ഹലോ ഗായ്സ്, സെല്ലർ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. 0-ൽ നിന്ന് 1 കോടിയിലേക്കുള്ള സാമ്പത്തിക യാത്രയുടെ 43-ാമത്തെ ദിവസമാണിന്ന്. 100 രൂപ വെച്ചാണ് ഞാൻ ഡെയിലി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ: ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാക്കണം, റെഗുലർ ഇൻവെസ്റ്റിംഗ് ഹാബിറ്റ് വളർത്തണം, കോമ്പൗണ്ടിങ്ങിന് ടൈം കൊടുക്കണം, ലോങ് ടേമിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം. ഇതുവരെ നമ്മൾ സക്സസ്ഫുൾ ആയി 42 ദിവസവും ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അത് ഫുള്ളായി അലോക്കേറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ലോസ് ആയാലും കുഴപ്പമില്ലെന്ന്. ഇന്നത് സംഭവിച്ചു. ഈ ജേണി തുടങ്ങി ആദ്യമായി ഇൻവെസ്റ്റഡ് വാല്യൂവിനേക്കാൾ എൻ്റെ ഫണ്ട് താഴോട്ട് പോയി. 5 രൂപയുടെ ഒരു ചെറിയ ലോസ്. ഇൻവെസ്റ്റഡ് വാല്യൂ 4200 രൂപ, കറണ്ട് വാല്യൂ 4195 രൂപ, ആവറേജ് NAV 321.88. 94 രൂപയുടെ പ്രോഫിറ്റിൽ നിന്നും 5 രൂപയുടെ ലോസിലേക്ക് എൻ്റെ ഫണ്ട് ഇടിഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഇടിവിൽ ഹാപ്പിയാണ്. എനിക്ക് കൂടുതൽ യൂണിറ്റ്സ് അക്യുമുലേറ്റ് ആവും. ഇന്നലത്തെ ഇൻവെസ്റ്റ്മെന്റിൽ എനിക്ക് ക്രെഡിറ്റ് ആയത് 0.311 യൂണിറ്റ്സ് ആണ്. മിനിഞ്ഞാന്ന് ചെയ്ത ഇൻവെസ്റ്റ്മെന്റിന് ക്രെഡിറ്റ് ആയത് 0.304 യൂണിറ്റ്സ് ആണ്. ലാസ്റ്റ് ഫ്രൈഡേയിൽ നോക്കിക്കഴിഞ്ഞാൽ 0.299 യൂണിറ്റ്സ് ആണ് ക്രെഡിറ്റ് ആയത്. ഫ്രൈഡേയിൽ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ യൂണിറ്റ്സ് വളരെ കൂടുതലാണ്. ഇതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ലോങ് റണ്ണിൽ ഇതെനിക്ക് ബെനിഫിറ്റ് ആവുമെന്ന്. ഫണ്ടിന്റെ വാല്യൂ കുറഞ്ഞാലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിർത്താൻ പോകുന്നില്ല. അതുപോലെ ഈ ഒരു ഇടിവ് എല്ലാ കാലത്തും ഇങ്ങനെ തന്നെ നിൽക്കാനും പോകുന്നില്ല. സെയിം എമൗണ്ടിൽ എനിക്ക് കൂടുതൽ യൂണിറ്റ്സ് ക്രെഡിറ്റ് ആവാനുള്ള ഒരു ചാൻസ് ആയിട്ടാണ് ഞാൻ ഇതെടുക്കുന്നത്. ഫ്യൂച്ചറിൽ മാർക്കറ്റ് റിക്കവർ ആയാൽ എനിക്ക് ഈ ലോസ് എല്ലാം മാറി പ്രോഫിറ്റിലോട്ട് എത്തിത്തുടങ്ങും. ഇനിയും ലോസ് കൂടിയാലും ഞാൻ എൻ്റെ ഇൻവെസ്റ്റിംഗ് നിർത്താൻ പോകുന്നില്ല. പ്രോഫിറ്റ് കൂടിയാലും കുറഞ്ഞാലും കൺസിസ്റ്റന്റ് ആയി ഇൻവെസ്റ്റ് ചെയ്യുക. പ്രോഫിറ്റ് ഓർ ലോസ് നോക്കരുത്, ഡെയിലി ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രം ശ്രമിക്കാം. ഇന്ന് ഡേ 43. ഇന്നത്തെ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു വീഡിയോമേ ഡേ 44-ൽ കാണാം. ഒരു സ്മോൾ ഡിസ്ക്ലെയിമർ: ഞാനൊരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസർ അല്ല. ഇവിടെ പറയുന്നതെല്ലാം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായി നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറെ കൺസൾട്ട് ചെയ്യുക. വീഡിയോ മുഴുവനായും കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ.